ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം 2 മണിയാകുമ്പോഴാണ് 2:47 ആകുമ്പോൾ എൻ്റെ അനിയത്തിയും എൻ്റെ കസിനും UK നിന്ന് നാട്ടിലോട്ട് വരിക. അങ്ങനെ നമ്മൾ അവരെ കൂട്ടാനായിട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളെ വീട്ടുകാരും കൊച്ചിൻ്റെ വീട്ടുകാരും പിന്നെ എൻ്റെ ചേട്ടനും അങ്ങനെ നമ്മൾ 3 വണ്ടിയിലിട്ടാണ് പോകാൻ പോണേ. അപ്പം എന്തായാലും അവരെ വിളിക്കാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലല്ലേ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ അനിയത്തിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ വരച്ചൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഒരു ഫോട്ടോ. അപ്പോൾ അതിപ്പോൾ ഞാൻ ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ട് പൊതിയാന്ന് വിചാരിച്ച്. ഗിഫ്റ്റ് പേപ്പർ അങ്ങനെ ഞാൻ ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും ഇറങ്ങി വിളിക്കാൻ പോകാൻ വേണ്ടി. അച്ഛൻ, അമ്മമ്മ, അപ്പച്ചൻ, അമ്മ, ഞാൻ എല്ലാവരും ഇറങ്ങി. പോണ്ടേ, വാ പോവാം. കൊച്ചനൊക്കെ താഴേന്ന് വരുന്നുണ്ട്. കൊച്ചനും ഉണ്ണിച്ചേട്ടനും ഉണ്ട്. 2 കാറിലായിട്ട് വരുന്നുണ്ട് അവർ താഴേന്ന്. അപ്പം നമ്മുടെ കാർ ഇതാ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇനി നമ്മളങ്ങനെ യാത്ര ഇരിക്കാമാണ്. നമ്മളായിരിക്കും ഫ്രണ്ടിൽ നിന്ന് പോകണം, അവർ രണ്ടുപേരും പിറകിൽ നിന്ന് വരും. അപ്പോൾ നമുക്ക് പോകാം. വണ്ടി കയറി, ഇനി വണ്ടി ഇവിടെ നിർത്തായി. അപ്പം ഞാനാണ് ഇനി അങ്ങോട്ടുള്ള ഡ്രൈവിങ്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് തൂങ്ങാമറ കുരിശടിയിലൊന്ന് നടത്തണം. നമ്മളെവിടെ യാത്ര പോയാലും അവിടെ ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കാതെ നമ്മൾ പോകാറില്ല. അപ്പോൾ അച്ഛൻ അവിടെ പോകുന്നുണ്ട്. ഇനി വരുന്ന യാത്രകളിലൊക്കെ മിക്കവാറും ഞാനായിരിക്കും ഫുൾ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അച്ഛനെ ഞാൻ എങ്ങനെയൊക്കെ ക്യാമറ പിടിക്കണം, എങ്ങനെ എടുക്കണമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എയർപോർട്ടിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. ആരും പേടിക്കണ്ട, ഇത് കണ്ട് അടിക്കാൻ പോണെന്നായിരിക്കും, പക്ഷെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോണേണേ. വണ്ടി ആദ്യം മരത്തിന്റെ താഴെ കൊണ്ടിട്ട് അതിന് ശേഷം അതിൽ നിറച്ച് പ്രാവ് ഇരിക്കുന്നുണ്ട്. വണ്ടി ഇവിടെ ഇട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ വണ്ടി ഫുള്ളൊരു പോലെയായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയതാ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് വണ്ടി. അവർ ഫ്ലൈറ്റ് ലാൻഡായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ബാഗേജ് എടുത്ത് ഇമിഗ്രേഷൻ കൂടെ കഴിഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങും. സത്യത്തിൽ ഞാൻ ഇത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ട്രിവാൻഡ്രം എയർപോർട്ടേ ലൈറ്റൊക്കെ ഇട്ട് രാത്രി കാണാൻ എന്ത് രസം നോക്കിയേ. അങ്ങനെ ഇതാണ് അതിലെ ട്രിവാൻഡ്രത്തിലെ മുന്നേ എത്തിയപ്പോൾ. ഇനി ഇത് എൻട്രി, നമ്മളിവിടെ അല്ല, ഇനി അറൈവൽസിലോട്ട് പോകണം. 3 പേരോട് എന്തോ കാണിക്കുന്നത് അറിഞ്ഞോട്ടെ. എല്ലാവരും ഇവിടെ എത്തി ഫ്രണ്ടിൽ നിൽപ്പുണ്ട് അവരെ കാത്ത്. അതുകൊണ്ട് 2 വീലർ കൊണ്ട് പോകുമ്പോൾ സ്റ്റാൻഡൊക്കെ നോക്കിക്കൊള്ളണം. വേറൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം അച്ഛനും കൊച്ചനോട് വിഴിഞ്ഞത്ത് മീൻ മേടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നും വിഴിഞ്ഞ റൂട്ടാ ബസ് ഓടിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഇതിൽ അച്ഛൻ ബസ് സ്റ്റാൻഡ് കണ്ടപ്പം കൈ കാണിച്ചിട്ട് സ്കൂട്ടർ ബസ് സ്റ്റാൻഡിലോട്ട് തിരിച്ചങ്ങ് കയറ്റി. ഇപ്പം ബാഗേജ് ബെൽറ്റിലെത്തി. ഇനി എടുത്തിട്ട് അവർ ഇറങ്ങുമ്പോൾ അവർ വീഡിയോ എടുക്കാൻ നമ്മൾ ഇവിടെ നിൽക്കണം. തിരുവനന്തപുരത്ത് ഇത് ആദ്യമായിട്ട് കാണണം കേട്ടോ. ഡൊമസ്റ്റിക് നമുക്ക് ഇന്റർനാഷണലോട്ട് പോകാൻ വേണ്ടി ഷട്ടിൽ ബസ് ഒരുക്കിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഗായ്സ് അവരെ ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് ഇതാ ഓടി വരുന്നുണ്ട്. ഒരേപോലെ വരുന്നുണ്ട് രണ്ടുപേരും. നമ്മളിപ്പോൾ പൊക്കി ഇനി വീട്ടിലോട്ട് പോകാൻ പോയ വണ്ടി കിടക്കുന്നിടത്തോട്ട് നമ്മൾ പെട്ടിയായിട്ട് അങ്ങോട്ട് പോയി. അവിടെ നേരെ ഇനി വീട്ടിലോട്ട് ബാക്കി വിശേഷം ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരു പടയ ആൾക്കാരുണ്ട് എന്തായാലും കൊണ്ട് വിളിക്കാമെന്ന്. ബാക്കി വിശേഷം ഇനി വീട്ടിൽ ചെന്നിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് എന്താ റിയാക്ഷൻ നോക്കാം. പടം വരച്ച കൊടുക്കട്ടെ. അച്യുതാ
എണീറ്റ് Thank you. Hola. അങ്ങനെ പറഞ്ഞ വഴിക്ക് കാറിരുന്ന് ഒരുപാട് സംസാരിച്ച് ചിരിച്ച് പിന്നെ ഇപ്പം നല്ല ഉറക്കം വരുന്നു. ഇന്നലെ ഉറങ്ങിയില്ല. അപ്പോൾ അവള് ഇവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് പോയിലോട്ട് കയറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.